കണ്ണും എന്നത് ഒരു 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 സിമ്പലാണ്. അമേരിക്കൻ ഡോളറിൻ്റെ $1 ബാക്കിൽ കാണാൻ പറ്റിയത് ഒരു പിരമിഡും ആ പിരമിഡിൻ്റെ മുകളിൽ ഒരു ഒറ്റക്കണ്ണും. പിരമിഡ് ദുശക്തികളുടെ ഒരു അടയാളമായിട്ടാണ് ആളുകൾ കാണുന്നത്. പൈശാചിക ശക്തിയുടെ അടയാളമാണ് അത്ര പിരമിഡ്. കാരണം പിരമിഡിൻ്റെ നിർമ്മാണങ്ങളിൽ പിശാചുക്കളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അമേരിക്കയിൽ പിരമിഡില്ല, പക്ഷെ അവരുടെ ഡോളറിൻ്റെ ബാക്കിൽ പിരമിഡ് കാണും. ഒരു സിംഗിൾ $1 എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ബാക്കിൽ പിരമിഡ് ഉണ്ടാവും, ഒരു ഒറ്റക്കണ്ണുണ്ടാവും. ഈ ഒറ്റക്കണ്ണ് എന്തിനാണ്? ഒറ്റക്കണ്ണ് എന്താണ്? മസീഹുദ് ദജ്ജാലിൻ്റെ വിഷയങ്ങളിലെ ഒറ്റക്കണ്ണിൻ്റെ ചർച്ച വന്നിട്ടുള്ളൂ. നമ്മുടെ ട്രഡീഷനാവട്ടെ, സെമിറ്റിക് മതങ്ങളുടെ ട്രഡീഷനാവട്ടെ, ഒറ്റക്കണ്ണുള്ള ഒരു സാധനം എന്ന് പറയുന്നതിൽ ഇപ്പോൾ കാർട്ടൂണുകളുണ്ട്. ചില മിനീസും അതും ഇതൊക്കെ ഒറ്റക്കണ്ണുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾ കാർട്ടൂണിൽ കാണുന്നുണ്ട് പല ഗെയിമുകളിലും. പക്ഷെ ഇവരത് അതേ കൊണ്ടു നടക്കുന്നൊരു സംഗതിയാണ്. ദുശക്തിയും ലോകത്തിൻ്റെ വിമോചകനാണ് എന്ന് അവർ പറയുന്ന, ലോകത്തിൻ്റെ സംഹാരകനായി വരുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മസീഹുദ് ദജ്ജാലിൻ്റെ അടയാളമാണ് ഒറ്റക്കണ്ണ്. ഇന്നഹു അഅ്വറു വ ഇന്നല്ലാഹ ലൈസ ബിഅഅ്വർ. അല്ലാഹു ഒറ്റക്കണ്ണനല്ല, അവൻ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, അവൻ്റെ വലത് കണ്ണ് അങ്ങ് തേച്ചുമാച്ച് കളഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ മസീഹ് എന്ന് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹു അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിസ്കാരത്തിലും നമ്മൾ അത്തഹിയാത്തിൽ ഇത് പറയാണ്. അത്തഹിയാത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാക്കേണമേ എന്ന്. ഫിത്നത്തുൽ നാറും ഫിത്നത്തുൽ ഖബറും ഫിത്നത്തുൽ മഹ്യാ വൽ മമാത് വ ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ, 4 ഫിത്നകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവേ കാവൽ തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് സലാം വിട്ടുക. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്. പുണ്യനിബിതങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നു മുതൽ. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടണ്ട. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഫഖറഉ അലൈഹി ഫവാത്തിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിൻ്റെ ആദ്യ ഭാഗം, ചില റിവായത്തുൽ 10 ആയാത്ത്, 10 ആയത്തുകൾ നിങ്ങൾ ഓതണം. അത് നിങ്ങൾക്ക് കാവലാണ്. മസീഹുദ് ദജ്ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്ന ഇനി വേറെ ഇല്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്നകൾ അവൻ്റെ താഴെയാണ്. അതുകൊണ്ട് മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ. അസ്ഹാബുൽ കഹഫിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക. മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാം, നമ്മളും പഠിച്ചു വെക്കുക. അത് വലിയൊരു കാവലാണ്. എന്തെങ്കിലും ഒരു ഫിത്ന, മഹാന്മാർ പറയും, ചില ആളുകൾ പറയും, എനിക്ക് പിന്നെ മോശപ്പെട്ട വീഡിയോ കണ്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈമാൻ ഇളകൊന്നുമില്ല. ഈമാൻ ഇളകും, പേടിക്കണം. ഹറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന്. പോവണ്ട, നിങ്ങളുടെ ഈമാൻ ഇളകും. അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലൊന്നും എൻ്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട. കാരണം പിശാച്ചിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്നയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത്, എതിരിടാൻ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിലേക്കൊന്നും ഡീറ്റെയിലായിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇന്ന് നടക്കുന്ന ഗസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീസിൻ്റെ വാക്കുകളിലൂടെ ഇങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയും. യാ അല്ലാഹ്, ഇംറാനു ബൈത്തിൽ തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ് ثم تغزون فارس فيفتحها الله ثم تغزون الروم فيفتحها الله ثم تغزون الدجال فيفتحها الله. ജസീറത്തുൽ അറബ്, അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, ദ അറേബ്യൻ പെനിൻസുല, ആ പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ല. നാജിയത്തുൻ ഫിർഖത്തുൻ നാജിയ,
രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട്. ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ്. അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ്. ഫാരിസിനോട് പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു വിജയം തരും. റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. അത് കഴിഞ്ഞാൽ പിന്നെ മസീഹു ദജ്ജാലിനോടും അവൻ്റെ ആളുകളോടും നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകും. അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ് ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ വഫത്ഹുൽ ഖുസ്തൻതിനിയ ഖുറൂജുദ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുണ്ട്. ഓരോന്നിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്. ഇംറാൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിപുലീകരണം, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം, ബൈത്തുൽ മുഖദ്ദസ് വിശാലമാക്കപ്പെടുകയും, അതായത് ഫഇദാ ഉമ്മിറ ബൈത്തുൽ മഖ്ദിസ് ബിൽ മാലി വർ-റിജാലി വൽ-അഖാരി വത്തസഅ ബിനാഉഹു വസാദ അനിൽ ഹദ്ദിൽ മഅറൂഫ്. ജെറൂസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ ഖിബലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ. കണ്ട ആളുകൾ, യാത്ര പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉസ്താദന്മാരും ഇവിടെ ഉമറാക്കളൊക്കെ പോയിട്ടുണ്ടാകും, സദസ്സിൽ പോയ ആൾക്കാരുണ്ട്. ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ അക്തുബ് ലനാ ഫീഹി സ്വലാത്തൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹറമാണത്, പരിശുദ്ധമായ ഖിബലയാണത്, നബി തങ്ങളുടെ മസ്റയാണ്, ഇസ്രാ നടന്ന സ്ഥലമാണത്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. 4 കിലോമീറ്ററോളമുള്ളൊരു ഒരു വിശാലമായൊരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ്, ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ, 2 ഭാഗത്തും ഖബർസ്ഥാനാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ സൂക്കുകൾ, 100 കണക്കിന് സ്ഥാപനങ്ങൾ, അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം. ബൈത്തുൽ മുഖദ്ദസ് വികസിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിജയം ബൈത്തുൽ മുഖദ്ദസിനുണ്ടായി കഴിഞ്ഞാൽ ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ്, അത് മദീനയുടെ പതനത്തിന് കാരണമാകും. മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. വഖറാബു യസ്രിബ്, മദീനയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഖുറൂജുൽ മൽഹമ, അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ്. വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഖുസ്തൻതിനിയ എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും. ഖുസ്തൻതിനിയ എന്ന് ഈ പറയുന്ന ഖുസ്തൻതിനിയ എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് ഖുസ്തൻതിനിയ എന്ന് പറയപ്പെട്ടിരുന്ന ഇസ്തംബൂളിലാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയൊരു കൊമേഴ്ഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ, അതിൻ്റെ പഴയ പേരാ ഖുസ്തൻതിനിയ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ ഖുസ്തൻതിനിയ ഖുറാസാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാനിൻ്റെ മേൽഭാഗം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അവിടെ എവിടെയോ ഉള്ളൊരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ്. ഫത്ഹുൽ ഖുസ്തൻതിനിയ ഖുറൂജുദ് ദജ്ജാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ഖുസ്തൻതിനിയയുടെ വിജയം, അത് മസീഹ് ദജ്ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വരുന്ന ഇടം എവിടെയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലുശ്ശാമി വർ-റൂം, റോമിൻ്റെയും ഷാമിൻ്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മസീഹു ദജ്ജാലിൻ്റെ വരവുണ്ടാവുക. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഷാം എന്നത് ഫലസ്തീൻ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം. നബി തങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലബനോനും
സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇതിനാണ് ഷാം എന്ന് പറയാം. ഈ ഷാമും റോമും തമ്മിൽ, റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനത്തിൻ്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത്. കിതാബുകൾ അൽ മൽഹമത്തുൽ കുബറ, അൽ മൽഹമത്തു സുഗറ, മൽഹമയെ സംബന്ധിച്ചുള്ള ഒരുപാട് റിവായത്തുകളും ഹദീത്തുകളും അല്ലാമ ഇബ്നു അബി ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീത്തിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒരു ചരിത്രമാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം.